മഞ്ചേശ്വരമടുക്കയിലെ കിണറിനകത്ത് ഓട്ടോ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേഹമാസകലം വെട്ടേറ്റ പരിക്കുകളുണ്ട്. ഓട്ടോറിക്ഷ സമീപത്തായി നിർത്തിയിട്ട നിലയിലും കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. വ്യാഴാഴ്ച രാത്രിയിലാണ് അടുക്കപ്പള്ളിയിലെ വിജനമായ പ്രദേശത്തെ കിണറിന് സമീപം പ്രദേശവാസികൾ സംശയ സാഹചര്യത്തിൽ ചോരപ്പാടുകളും ഓട്ടോറിക്ഷ നിർത്തിയിട്ട നിലയിലും കണ്ടെത്തിയത്. ഉടൻ തന്നെ വിവരം മഞ്ചേശ്വരം പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ചോരപ്പാടുകൾ പരിശോധിച്ച ശേഷം തൊട്ടടുത്തുള്ള കിണറിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മംഗളൂരു മുൽക്കി സ്വദേശി ഷെരീഫാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാത്രിയായതിനാൽ മൃതദേഹം കരക്കെടുത്തിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം CI അനൂപിന്റെയും SI-മാരായ ഉമേഷിന്റെയും രതീഷിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തത്. ദേഹമാസകലം വെട്ടേറ്റ നിലയിലാണ് മൃതദേഹം. വിവരമറിഞ്ഞതിന് പിന്നാലെ കർണാടക പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച രാവിലെയാണ് മുൽക്കിയിൽ നിന്നും ഷെരീഫിനെ കാണാതായതെന്ന് പറയുന്നു. തുടർന്ന് 11 മണിവരെ ഇയാളെ കണ്ടവരുണ്ടെന്നും സൂചനകളുണ്ട്. ഇതിനുശേഷം ബന്ധുക്കൾ ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അങ്ങനെ രാവിലെ സ്വിച്ച് ഓഫ് ആയി. അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എല്ലാം കൊടുത്തു. മുൻകി സ്റ്റേഷൻ പൂർവ സ്റ്റേഷനിലെല്ലാം പിന്നെ ഇവിടെ കാണുമ്പോൾ പിന്നെ രാത്രി 7 മണിക്ക് ഇവിടുന്ന് കോൾ വന്നു. ഈ പ്രദേശം വലിയ തോതിൽ ചൂതാട്ടം നടക്കുന്ന കേന്ദ്രമാണെന്നാണ് പൊതുവിലുള്ള സംസാരം. ഇതിന് തടയിട്ടാൽ തന്നെ നാടിന്റെ ഉറക്കം കെടുത്തുന്ന ഇത്തരം ആശങ്കാജനകമായ സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഈ ഭാഗത്തെ പൊതുപ്രവർത്തകരടക്കമുള്ളവർ പറയുന്നത്. ഇവിടെ ഈ കുന്നു പ്രദേശങ്ങളിൽ വളരെയധികം ഇസ്ബെട്ട് കളിയും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെയുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പേരിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും കർശനമായ നടപടി ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇതിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ നടപടിയെടുക്കേണ്ടതുണ്ട്. ഒരു പാവപ്പെട്ട നിരപരാധി ഓട്ടോ ഡ്രൈവറെ ഇവിടെ കൊണ്ടുവന്ന് ദാരുണമായി കൊല ചെയ്ത രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ചത്തൂരിൻ്റെ ഉള്ളുപ്രദേശമായ മാലിംഗേശ്വര അതുപോലെ തന്നെ അടുക്ക ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും ഒരുപാട് ഈ ഇസ്ബെട്ട് കളിയുടെ പ്രദേശങ്ങളാണ്. ഇത് ഉള്ളുപ്രദേശമായത് ഇവിടെ ഇസ്ബെട്ട് കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ തന്നെ വിവരമറിഞ്ഞതിനെ തുടർന്ന് അത് രാവിലെ മുതൽ പല ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ആളുകളും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.